പാലിയേറ്റീവ് പ്രവർത്തന ഫണ്ട് ശേഖരം ദാനധർമ്മങ്ങളിൽ നിന്നും ഒരു വിഹിതം അവശരായ രോഗികളെ പരിചരിക്കുന്നതിനായി നൽകുക. ആഘോഷവേളകളിൽ നാം പുതുവസ്ത്രം ധരിക്കുമ്പോൾ അർഹരായ രോഗികളെയും പുതുവസ്ത്രം അണിയിക്കുക. ഭക്ഷണ കിറ്റ് വിതരണത്തിൽ അർഹരായ രോഗികളുടെ കുടുംബത്തെയും പരിഗണിക്കുക. പാലിയേറ്റീവ് സേവന രംഗത്ത് 24 മണിക്കൂറും നിങ്ങളോടൊപ്പം. നിങ്ങളുടെ ദാനധർമ്മങ്ങളിലൂടെ സാന്ത്വനസ്പർശം പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ പങ്കാളികളാകൂ. പ്രിയരെ, നമ്മളിൽ പലരും അസുഖങ്ങൾ പലതും ഉണ്ടെങ്കിലും നാം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് സൃഷ്ടാവിൻ്റെ വലിയ കാരുണ്യമാണ്. നമുക്ക് ചുറ്റും ശാരീരിക യാതന അനുഭവിക്കുന്ന എത്രയോ കിടപ്പ് രോഗികളുണ്ട്. ശാരീരിക പ്രയാസങ്ങളോടൊപ്പം മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ക്യാൻസർ, സ്ട്രോക്ക്, കിഡ്നി തകരാറുകൾ, തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലുള്ള മാറ്റം, വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ മൂലം ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുന്നവർ എന്നിങ്ങനെ എത്രയോ പേർ. അവരെ പരിചരിക്കേണ്ടത് സഹായിക്കേണ്ടയും ചുമതല നമുക്കില്ലേ? നമ്മുടെ നാടിനും സമൂഹത്തിനും വേണ്ടി അവരുടെയും ജീവിതം ചിലവഴിച്ചിട്ടില്ലേ? അവരെ പരിചരിക്കേണ്ട ചുമതല കുടുംബത്തിന് മാത്രമായി വിട്ടുകൊടുക്കണോ? സമൂഹത്തിനും കടമയില്ലേ? കഠിനമായ രോഗം വരാനും തളർന്ന് കിടപ്പിലാവാനും ഒരു നിമിഷം പോലും വേണ്ടി വരുന്നില്ല. മൂക്കിലൂടെ ട്യൂബിട്ട് ജീവിതം നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കേണ്ടി വരുന്നവർ, മൂത്രത്തിന് ട്യൂബ് ഇട്ടവർ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യുന്നവർ, കോമയിൽ കിടക്കുന്നവർ, കിടന്നോ ശരീരം പൊട്ടിപ്പഴുത്തവർ, ക്യാൻസർ മൂലം സഹിക്കാനാവാത്ത വേദന അനുഭവിക്കുന്നവർ, എത്ര വ്യത്യസ്തരായ രോഗികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നു. ഇവർക്കും സമൂഹത്തിൽ കാരുണ്യവും പരിചരണവും അത്യാവശ്യമാണ്. ജീവിതത്തിൽ അവരുടെ അന്തസ്സും അഭിമാനവും ജീവിത നിലവാരവും നിലനിർത്തേണ്ടതില്ലേ? നമ്മുടെ ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരു ഭാഗം അവർക്കും അർഹതപ്പെട്ടതല്ലേ? നമ്മുടെ പുണ്യകർമ്മങ്ങളിൽ യാതന അനുഭവിക്കുന്ന സമൂഹത്തെയും ഉൾപ്പെടുത്തേണ്ടതല്ലേ?